ചെന്നൈ വരെ പോയിട്ട് വരാം കേട്ടോ. അയ്യോ, ഒരു ഇൻട്രോ പറഞ്ഞില്ല കേട്ടോ. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെന്നൈ വ്ളോഗാണേ. അപ്പോൾ ഇതാ ഈ കാണുന്നതെല്ലാം ചെന്നൈയിലോട്ട് പോകാനായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഈ പാക്കിങ്ങൊക്കെ കണ്ടാൽ തോന്നും കുറച്ച് ദിവസത്തേക്കാണ് പോകുന്നത്. അല്ല കേട്ടോ, ഒരു 2 ദിവസത്തേക്കാണ് ഈ ചെന്നൈ യാത്ര. അപ്പോൾ വൈകുന്നേരം മാർത്താണ്ഡത്തു നിന്നാണ് നമ്മുടെ ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. AC സ്ലീപ്പറാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ട്രെയിനൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ പെട്ടെന്നുള്ളൊരു യാത്രയായത് കാരണം നമുക്ക് ട്രെയിനൊന്നും നേരത്തെ ബുക്ക് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിവിടെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഇല്ലാത്തത് കാരണം ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ ബസ് സ്റ്റോപ്പ് വരെ പോയത്. പിന്നെ അവിടെ നിന്ന് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് മാർത്താണ്ഡം വരെ പോയി. അവിടെ നിന്നാണ് പിന്നെ ബസ് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ചന്ദ്രു ഉണ്ട് കേട്ടോ. ചന്ദ്രുമ എന്നാണ് അവളുടെ പേര് നല്ല പേരല്ലേ. അപ്പോൾ എനിക്ക് അവളുടെ പേര് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചന്ദ്രു എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കുമായിരുന്നു ബസ്. അപ്പോൾ നമ്മൾ ഫുഡ് കൂലങ്കുശമായ ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അവസാനം വന്ന് എത്തിപ്പെട്ടത് മസാല ദോശയിലാണ് കേട്ടോ. അല്ല, മസാല ദോശയല്ല, പ്ലെയിൻ ദോശയിലാണ് വന്ന് എത്തിപ്പെട്ടത്. പക്ഷെ പറയാലോ, നല്ലതായിരുന്നു കേട്ടോ. കടയുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല. നമ്മൾ ബസ് നിർത്തി ഫുഡ് കഴിച്ചു. അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രാവിലെ നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലമാണ് ചെന്നൈയിലെ. അപ്പോൾ നല്ല തിരക്കായിരുന്നു രാവിലെ തന്നെ. പിന്നെ ഞാൻ ഈ കാണുന്ന എല്ലാം ഓല മേഞ്ഞ വീടുകളാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നി നമ്മളിപ്പം കേരളത്തിലധികം കാണാനില്ല, പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ പോയ എന്തിനാണെന്നറിയോ, ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയൊരു വീഡിയോ പറയാവേ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി രാവിലെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഫ്രഷപ്പ് ആവാനൊക്കെ പോയത്. അവിടെ നിന്ന് ഫ്രഷപ്പൊക്കെ ആയി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തലപ്പാക്കിട്ട് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ മോളിൽ പോയി നമ്മൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹൈ പ്രൈസൊക്കെയുള്ള സാധനങ്ങളായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ കുറേ സമയം അവിടെ കറങ്ങിയൊക്കെ നടന്ന് അത്യാവശ്യം ഒക്കെ നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ടർക്കിഷ് ഐസ്ക്രീം ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു കേട്ടോ. ഐസ്ക്രീം നമ്മുടെ സാധാ ടേസ്റ്റ് തന്നെയാണ്, നമ്മൾ സാധാരണ കടകളിലൊക്കെ കഴിക്കുന്ന പോലെ. പിന്നെ അവരുടെ ഒരു ടർക്കിഷ് ഐസ്ക്രീം നമ്മൾ കഴിക്കുമ്പം അവർ നമുക്ക് തരുന്ന സമയത്ത് കുറച്ച് കളിപ്പിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സിറ്റി സെൻറ്ററിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു ഫെസ്റ്റൊക്കെ നടക്കുന്ന ഒരു മൂഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പക്ഷേ നമുക്ക് പല റേറ്റിലുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല യാത്രയായിരുന്നു ചന്ദ്രുവായിട്ടുള്ളത്. ഭയങ്കര കംഫർട്ട് സോണായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തീരുമാനിക്കുമായിരുന്നു വേറെ യാത്രകളൊക്കെ പോകണം എന്നുള്ളൊരു തോട്ട്സൊക്കെ നമുക്ക് വന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 8 മണിക്കാണ് തിരിച്ചിങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് ബസ്. അപ്പോൾ അത് പിടിക്കണം. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ അത്യാവശ്യം കറങ്ങിയൊക്കെ നടക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വിചാരിച്ചതുപോലെ ബീച്ചിലൊന്നും പോകാനൊന്നും പറ്റിയില്ല. കാരണം ടൈമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടുത്തെ ക്ലൈമറ്റ്, നമ്മൾ ചെന്ന് എക്സാമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര കാലാവസ്ഥ, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല, ഒരു ബീച്ചിലൊക്കെ പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നില്ല അവിടെ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് നമുക്ക് ആ പ്ലാന് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് കുറേ ദൂരം